ഇതിപ്പോ ഫ്ലൈറ്റിനൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ ആകാശത്തൂടെ വരേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോ ഇവിടെ എനിക്ക് ചോദിക്കാൻ വേണ്ടിട്ട് ഏൽപ്പിച്ചു വെച്ചിട്ടുണ്ട്, ബിഗ് ബോസിനെ സ്നേഹിക്കുന്നവരാണ് കുറെ പേര് ഇവിടെ ഉള്ളത്. അതെ, ഇപ്പൊ പോയിട്ട് ഒരു എൻട്രി ഒക്കെ നടത്തിയിട്ട് വന്നെയാണ്. അപ്പൊ അനുമോളുടെ പ്ലാച്ചിക്കുട്ടനെ വലിച്ചെറിഞ്ഞിട്ട് ഇപ്പൊ തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണത്? ആക്ച്വലി ഞാൻ എപ്പിസോഡ് കണ്ടിട്ടില്ല, ഞാൻ അബുദാബിയാണ്, ഹോട്ട്സ്റ്റാർ കിട്ടില്ല, അതുകൊണ്ട് ഞാൻ എപ്പിസോഡ് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ സോഷ്യൽ മീഡിയ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തപ്പോൾ അനുമോൾക്ക് ഞാൻ ഇറങ്ങിയതിനേക്കാളും സ്പീഡിൽ ഇങ്ങോട്ട് അത് വന്നു. അതെ, അപ്പോ എന്താന്ന് പറഞ്ഞാൽ ഞാൻ അനുമോൾ എന്നോ എല്ലാവർക്കും അറിയാം, ഞാൻ കണ്ണൂർ ജില്ലയിലൊക്കെ ഒരുപാട് ഉദ്ഘാടനം വന്നിട്ടുണ്ട് അനുമോളുടെ കൂടെ. എന്റെ ഒരു കൂടപ്പിറപ്പെന്ന് തന്നെ പറയും. കാര്യം എന്റെ ഷീബാനേക്കാൾ ഇഷ്ടമാണെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി അങ്ങനെ പറയാം, എന്റെ അനിയത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ്. അത്രയും എനിക്ക് കംഫർട്ടാണ് അനുമോളായിട്ട്. അപ്പോൾ അനുമോൾക്ക് ഒരിക്കലും ബിഗ് ബോസിൽ പോയിട്ട് അനുമോൾ നീ ചെയ്യുന്ന കാര്യങ്ങൾ റോങ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ഇന്റു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അനുമോൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റിയ ഇന്റു എന്ന് പറഞ്ഞാൽ ആ പാവ എടുത്തറിയാം. കാര്യം അനുമോൾക്കൊരു അത്യാവശ്യം ഒരു 30 വയസ്സുണ്ട്, പക്ഷെ അതിനകത്തുള്ള പ്രായത്തിനനുസരിച്ചുള്ള ഒരു പക്വതയൊന്നും പുള്ളിക്കാരിക്കില്ല. റോങ് ആയിട്ട് എല്ലാവർക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫാൻസ് ഉള്ള ഒരു ഷോയാണ് ബിഗ് ബോസ്. കാര്യം ഞാൻ ബിഗ് ബോസ് കൊണ്ട് മാത്രം എന്റെ ലൈഫ് മാറിയ ഒരാളെന്ന് ഞാൻ എന്നും പ്രൗഡോടെ പറയും. ആ ഷോ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഈ പറഞ്ഞ ജിമ്മിന്റെ ഉദ്ഘാടനമോ അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് വീട് വെക്കാൻ പറ്റില്ല, എനിക്ക് കാർ വാങ്ങാൻ പറ്റില്ല, എനിക്ക് ജിം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അത്രയും എന്നെ ഹെൽപ്ഫുൾ ചെയ്തൊരു ഷോയാണ്, എന്റെ കരിയർ ഫുൾ ചെയ്ത ഷോയാണ് ബിഗ് ബോസ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം താങ്ക് യു ഷിയാസ്ഖാൻ. പ്ലീസ് ബി സീറ്റഡ്. അടുത്തതായിട്ട് ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്ന വേണ്ടി ഡെപ്യൂട്ടി തഹസിൽദാർ ഷാജു KV അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യാണ്. ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെ KPA സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. പ്ലീസ്. ഈ നമ്മള് ഗെയിം എന്ന് പറഞ്ഞൊരു ഷോ ആണല്ലോ, ഗെയിം ഷോ ആണ്, അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. പിന്നെ അത് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ ബിഗ് ബോസിന്റെ ആളുകൾക്ക് അതൊരു കണ്ടന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും, അതുകൊണ്ട് പുറത്തായിരിക്കും. പിന്നെ ഈ ഷോ ഇപ്പോഴും ഞാൻ പറയുന്നു, ആ ഷോയിൽ ഒരു രീതിയിൽ സ്ക്രിപ്റ്റ് ഇല്ല. ഞാൻ ആ ഷോ ഫസ്റ്റ് സീസണിൽ പോയ ഒരാളാണ്, ഞാനതിൽ പോയി 3ാം സ്ഥാനം വന്നാണ്. എന്റെ സീസൺ കണ്ട ആളുകൾക്ക് അറിയാം, കുറച്ച് ആളുകൾ കണ്ടിട്ടുണ്ടാവും, എനിക്കറിയില്ല. അതത്രയും ടഫായിട്ടുള്ള മെന്റൽ ഗെയിം ആയിട്ടുള്ള ഒരു ഷോ ആണ്. നമുക്കത് ഇവിടെ നിന്ന് ഈ നമ്മള് കാണികളായിട്ട് ഫുട്ബോൾ എടുക്കുമ്പോൾ അങ്ങനെ അടിക്കാറുണ്ട് ഇങ്ങനെ അടിക്കാറെന്നൊക്കെ പറയാൻ പറ്റും, പക്ഷെ അതിനകത്തോട്ട് ഒരു പരിപാടി നടക്കില്ല. ഞാൻ ഈ 2 ദിവസം പോയിട്ട് എന്റെ ശരീരത്തിൽ 1.5 കിലോ കുറഞ്ഞ ഒരാളാണ്. അത്രയും മെന്റലി ഫുഡില്ല, പിന്നെ മെന്റലി നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവും, പിന്നെ പുറത്ത് എന്താ പോകണമെന്ന് നമുക്ക് ഡൗട്ട്. അത്രയും ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ബിഗ് ബോസ്.